ഹൗ ടു ഡു ട്രാൻസ്ലേഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തിരിച്ചു വൈസി വേഴ്സ മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കോണ്ടെക്സ്റ്റാണ്. അതായത് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ദി കോണ്ടെക്സ്റ്റ്. ടെക്സ്റ്റ് നല്ല തറവായിട്ട് വായിച്ചിട്ട് അതിൻ്റെ ഓവറോൾ മീനിങ്ങും ടോണും മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ കോണ്ടൻറ്റ് ഏത് ടൈപ്പാണെന്ന് നോക്കുക. അതായത് ഫോർമൽ ആയിട്ടുള്ളതാണോ, അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ളതാണോ, ഇൻഫോർമൽ ആണോ, പിന്നെ ലിറ്റററി ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണോ പറഞ്ഞു പോയേക്കുന്നതെന്ന് ആദ്യമേ നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രൊഫഷൻസിയാണ്. അതായത് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ടാക്കണം എന്നുണ്ടെങ്കിൽ, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രാമർ, വൊക്കാബുലറി, ആ സെൻറ്റൻസുകളിലുള്ള ഇഡിയംസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് നമ്മൾ മനസ്സിലാക്കുക. ദെൻ അടുത്തത് വേർഡ് ചോയ്സ് ആണ്. ഇപ്പോൾ വേർഡ് ചോയ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉള്ള ട്രാൻസ്ലേഷൻസ്, അതായത് ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ മലയാളത്തിലോട്ട് ആക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ട്രാൻസ്ലേഷനൊന്നും കിട്ടണമെന്നില്ല. അതായത് ആ വാക്കിൻ്റെ അതേപടിയുള്ള ട്രാൻസ്ലേഷൻ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈക്വലൻ്റ് ആയിട്ടുള്ള വാക്കുകൾ വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പിന്നെ ലിറ്ററൽ ട്രാൻസ്ലേഷൻസ് അങ്ങ് ഒഴിവാക്കുക. അതായത് ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ വേർഡ് ബൈ വേർഡ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇൻറ്റൻറ്റഡ് മീനിങ് എന്താണോ അല്ലെങ്കിൽ ഓവറോൾ മീനിങ് എന്താണോ അതിനെ മനസ്സിലാക്കി ചെയ്യുക. അതായിരിക്കും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. പിന്നെ ഗ്രാമറും സിൻറ്റാക്സും മനസ്സിലാക്കുക. ഗ്രാമറും സിൻറ്റാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സബ്ജക്റ്റ് ചെയ്താൽ, വേർബ് ചെയ്താൽ, ഒബ്ജക്റ്റ് ചെയ്താൽ എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ആരാണ് ഇവിടെ സബ്ജക്റ്റിൻ്റെ റോള് പ്ലേ ചെയ്യുന്നത്, ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ടെൻസ് ഏതാണ്, പാസ്റ്റ് ടെൻസിലാണോ, ഫ്യൂച്ചർ ടെൻസിലാണോ, അതോ ഇനി പ്രസൻറ്റ് ടെൻസിലാണോ ഇത് പറഞ്ഞു പോയേക്കുന്നത്, പിന്നെന്താണ് പൊളൈറ്റായിട്ടാണോ പറഞ്ഞു പോയേക്കുന്നത്, അല്ലെങ്കിൽ എന്ത് എക്സ്പ്രഷനാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടാണോ, അല്ലെങ്കിൽ ചെയർഫുൾ, പിന്നെന്താണ് സാഡായിട്ടാണോ, അല്ലെങ്കിൽ ഭയങ്കര എക്സ്ക്ലമേറ്ററി ആയിട്ട് ആശ്ചര്യത്തോടു കൂടിയാണ് ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞേക്കുന്നത്, ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് എന്ന് വെച്ചാൽ ചില ഫ്രേസസ് അല്ലെങ്കിൽ ചില ഇഡിയംസ് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഇഡിയംസ് അല്ലെങ്കിൽ ഫ്രേസസ് എന്ന് പറയുന്നത്, അതായത് ഷീ വാസ് ബേണിംഗ് ദ മിഡ് നൈറ്റ് ഓയിൽ ബിഫോർ ദി എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താ, ബേണിംഗ് ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞൊരു ഇഡിയം അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ ഒരു ഫ്രേസാണ്. അതായത് ബേണിംഗ് ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ലാസ്റ്റ് മിനിറ്റ് കൊണ്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ ബേണിംഗ് ദ മിഡ് നൈറ്റ് ഓയിൽ നമുക്ക് മിഡ് നൈറ്റ് ഓയിൽ കത്തിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമോ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആ എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യുക, മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതായത് പടിവാതിക്കെ കൊണ്ട് കലവടയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുക, ആ ഒരു ഇതാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇഡിയംസ് ആണെങ്കിലും ഫ്രേസസ് ആണെങ്കിലും നമ്മൾ അതിനെ കോണ്ടെക്സ്റ്റ് വെച്ച് വേണം ട്രാൻസ്ലേറ്റ് ചെയ്യുക, അല്ലാതെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ഓക്കെ. പിന്നെ അപ്പം മലയാളം ഇഡിയംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൾച്ചർ, അത് നമ്മുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള, ഇംഗ്ലീഷിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രേസസ് ഒക്കെ കാണും. ഇപ്പോൾ ഉരുളയ്ക്കുപ്പേരി, അതിന് പകരം നമുക്ക് ടിറ്റ് ഫോർ ടാറ്റ് എന്നല്ല, നമ്മൾ ഉരുളയുടെ ഇംഗ്ലീഷ് അന്വേഷിച്ച് നടക്കൂ, ഇല്ല. ഓക്കെ. ദെൻ ഇനി കൾച്ചറൽ റെലവൻസ് അല്ലെങ്കിൽ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വാക്കുകൾ അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുക. അപ്പം ഫോർ എക്സാമ്പിൾ മലയാളം സ്പീക്കിംഗ് ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രൊസഷൻ അല്ലെങ്കിൽ ഫ്ലോട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ടെമ്പിളിൽ നടക്കുന്ന റിച്വൽസ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്യൂട്ടാവുന്ന വാക്കുകൾ യൂസ് ചെയ്യുക. റിലീജിയസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ സോഷ്യലി സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ആണെങ്കിൽ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യുക. ദെൻ അവസാനം എന്താണ്, പ്രൂഫ് റീഡിങ് അല്ലെങ്കിൽ എഡിറ്റിംഗ്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ടെക്സ്റ്റിനെ നമ്മൾ ഗ്രാമറും സ്പെല്ലിങ്ങും നമ്മൾ ഓർഡറിൽ ലോജിക്കലി ആണോ എഴുതിയേക്കുന്നതെന്ന് നമ്മൾ റിവ്യൂ ചെയ്യുക. അതുപോലെ തന്നെ ആ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യവും നമ്മുടെ ഒറിജിനൽ അതായത് ആ സോഴ്സ് മെറ്റീരിയൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യവും തമ്മിൽ ടോണിലും സ്റ്റൈലിലും ഒരു ഒറിജിനാലിറ്റി ഉണ്ടോ എന്ന് നോക്കുക. ആ ട്രാൻസ്ലേഷൻ, ഇപ്പോൾ ഒരു പാസേജ്, ഒരു നോവലിലൊരു പാസേജ്, ഭയങ്കര സങ്കടപ്പെട്ടൊരു ക്യാരക്ടർ സംസാരിക്കുന്ന ഒരു പാസേജ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം, നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ സങ്കടം അതേപോലെ തന്നെ നമുക്ക് ഏതിനകത്തും കാണണം. ഈ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ച പാരഗ്രാഫിനകത്ത് നമുക്ക് അതേ ഫീലിംഗ് തന്നെ കാണണം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ റെഗുലറായിട്ട് ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ പ്രാക്ടീസാണ്. അപ്പോൾ നമുക്ക് ഡിക്ഷണറിയുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഈ ഓൺലൈൻ ടൂൾസ് ഫോർ ട്രാൻസ്ലേഷനൊക്കെ ഉണ്ട്. ഗൂഗിളിൽ തന്നെ ട്രാൻസ്ലേഷൻ ഉണ്ട്, ഇംഗ്ലീഷ് ടു മലയാളം ആണെങ്കിലും മലയാളം ടു ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും
വേരിയസ് ലാംഗ്വേജസിലോട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അല്ലേ. അപ്പം മെഷീൻ ട്രാൻസ്ലേഷൻസ് വെച്ചിട്ട് നമുക്ക് ഡബിൾ ചെക്ക് ചെയ്യാം ആക്യുറസി. പിന്നെന്താണ്, റെഗുലറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ കോമൺ ചലഞ്ചസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രേസസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ ബേണിംഗ് ദ മിഡ് നൈറ്റ് ഓയിൽ നമ്മൾ മലയാളത്തിലോട്ടാക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഫ്രേസ് വേണം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എഴുതാൻ അല്ലേ. അതുപോലെ തന്നെ കൾച്ചറൽ ഡിഫറൻസസ് കാണും. ഇപ്പം ഉത്സവത്തിൻ്റെ അമ്പലത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മളിരുന്ന് ആലോചിക്കും ഉത്സവത്തിൻ്റെ എന്തുവാ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ എന്താണ്. ഇപ്പോൾ കാർണിവൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ എന്നൊക്കെ പറയാം നമുക്ക്. അതുപോലെ തന്നെ ഫ്ലോട്ടുകൾ പോകുന്നത്, ടെമ്പിളിൽ എന്തെങ്കിലും റിച്വൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് എന്താണ് നോക്കി വേണം ചെയ്യാൻ. പിന്നെ ചില വാക്കുകൾക്ക് എന്താണ് വേഗമായിട്ടുള്ള വാക്കുകളൊക്കെ കാണും. അതായത് ചില വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ടേം കാണത്തില്ല, അല്ലെങ്കിൽ മലയാളത്തിന് അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ടേം കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ.